Hello students. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടേഴ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഡെറിവേഷൻസിലേക്ക് പോവാം. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്, അതിൻ്റെ വർക്കിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വർക്കിംഗ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ സ്റ്റാറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്നു, സിൻക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ റോട്ടർ അതേ സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, പക്ഷേ ആ മാഗ്നറ്റിക് ഫീൽഡിന് അത്ര സ്പീഡിൽ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. അവിടെയാണ് ഈ സ്ലിപ്പ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. എന്താണ് സ്ലിപ്പ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിൻക്രണസ് സ്പീഡ് ns ഓഫ് ദി റൊട്ടേറ്റിംഗ് സ്റ്റാറ്റർ ഫീൽഡ് ആൻഡ് ദി ആക്ച്വൽ റോട്ടർ സ്പീഡ് n ഈസ് കാൾഡ് സ്ലിപ്പ്. ഇപ്പോൾ സ്റ്റാറ്റർ സിൻക്രണസ് സ്പീഡ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റോട്ടർ അതിൻ്റെ പിന്നാലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്റ്റാറ്റർ മാഗ്നറ്റിക് ഫീൽഡിന് അത്ര സ്പീഡ് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസിന്, സ്പീഡിൻ്റെ ഡിഫറൻസിനെയാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് എ ഫ്രാക്ഷൻ ഓർ പെർസെൻറ്റേജ് ഓഫ് സിൻക്രണസ് സ്പീഡ്. സാധാരണ അത് റെപ്രസെൻ്റ് ചെയ്യുന്നെങ്കിൽ ഫ്രാക്ഷണൽ സ്പീഡ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന രീതിയിലൊക്കെയാണ് സ്ലിപ്പ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ സ്ലിപ്പിൻ്റെ ഇക്വേഷനിലേക്ക് നോക്കാം. എന്താണ് സ്ലിപ്പ്? ഫ്രാക്ഷണൽ സ്ലിപ്പ് എസ് ഇസ് ഈക്വൽ ടു സിൻക്രണസ് സ്പീഡ് മൈനസ് റോട്ടർ സ്പീഡ് ഡിവൈഡഡ് ബൈ സിൻക്രണസ് സ്പീഡ്. ഇതാണ് സിൻക്രണസ് സ്പീഡ് മൈനസ് റോട്ടർ സ്പീഡ് ഡിവൈഡഡ് ബൈ സിൻക്രണസ് സ്പീഡ്. സിൻക്രണസ് സ്പീഡ് നമ്മൾ എൻ എസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ എൻ എസ്, റോട്ടർ സ്പീഡ് എൻ, എൻ എസ് മൈനസ് എൻ ഡിവൈഡഡ് ബൈ എൻ എസ്. ഇനി നെക്സ്റ്റ് പെർസെൻറ്റേജ് സ്ലിപ്പ്. പെർസെൻറ്റേജ് സ്ലിപ്പ് കാണുമ്പോൾ ഒന്നുമില്ല, അതിന് പെർസെൻറ്റേജിലാക്കിയാൽ മതി. എങ്ങനെയാ? എൻ എസ് മൈനസ് എൻ ഡിവൈഡഡ് ബൈ എൻ എസ് ഇൻറ്റു 100. അപ്പോൾ അതെന്തായി? പെർസെൻറ്റേജ് ആയി. ഇതാണ് പെർസെൻറ്റേജ് സ്ലിപ്പ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദ ക്വാണ്ടിറ്റി എൻ എസ് മൈനസ് എൻ സംടൈംസ് കോൾഡ് സ്ലിപ്പ് സ്പീഡ്. ആ ഡിഫറൻസ് ഉണ്ടല്ലോ, സിൻക്രണസ് സ്പീഡും റോട്ടർ സ്പീഡും തമ്മിലുള്ള ആ ഡിഫറൻസ്, അതിനെ സ്ലിപ്പ് സ്പീഡ് എന്നും പറയും. ഇനി വെൻ ദ റോട്ടർ ഈസ് സ്റ്റേഷനറി, റോട്ടർ സ്റ്റേഷനറി ആണ്, കറങ്ങുന്നില്ല, റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായിരിക്കും റോട്ടറിൻ്റെ സ്പീഡ്? n 0 അല്ലേ? ഓക്കെ, അപ്പോൾ സ്ലിപ്പ് എന്തായിരിക്കും? ns ബൈ ns. അപ്പോൾ സ്ലിപ്പ് 1 ആയിരിക്കും, അല്ലെങ്കിൽ 100% സ്ലിപ്പ് എന്ന് പറയും. ഇപ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ സ്ലിപ്പ് 100% അല്ലെങ്കിൽ 1 എന്ന് പറയും. In an induction motor, the change in slip from no load to full load is hardly 0.1% to 3%, so that is essentially a constant speed motor. അപ്പോൾ നോ ലോഡിൽ നിന്ന് ഫുൾ ലോഡിലേക്ക് നമ്മൾ, ഇപ്പോൾ നോ ലോഡിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഫുൾ ലോഡിൻ്റെ സമയത്തായാലും ഈ സ്ലിപ്പിൻ്റെ വേരിയേഷൻ 0.1% 3% വരെ വേരിയേഷൻ വരെയുള്ളൂ. അപ്പോൾ സ്പീഡ് ഏറെക്കുറെ കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ് എന്ന് പറയാം 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. കാരണം സിൻക്രണസ് സ്പീഡും റോട്ടർ സ്പീഡും ഡിഫറൻസ് 0.1% 3% വരെ ഉള്ളൂ. അപ്പോൾ റോട്ടർ സ്പീഡ് എന്തായിരിക്കും? ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുക. അതുകൊണ്ടാണ് അതിൻ്റെ കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ എന്നും പറയും. ഇത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ്. നെക്സ്റ്റ്, റോട്ടർ കറൻറ്റ് ആൻഡ് വോൾട്ടേജ് ഫ്രീക്വൻസി. The cause producing the rotor current is the relative speed between the rotating magnetic field and rotor conductor. അപ്പോൾ നമ്മൾ വർക്കിംഗ് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് റോട്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന അവരുടെ കറണ്ട് ഒഴുകുന്നെന്നുള്ള കാര്യം. അത് കാരണം എന്താണ്? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും റോട്ടർ കണ്ടക്ടറും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡാണ്. രണ്ടും സെയിം സ്പീഡിലുള്ള ഒഴുകുക. രണ്ടും ഒരേ സ്പീഡായിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവില്ല, മോട്ടർ വർക്ക് ചെയ്യില്ല, EMF ഇൻഡ്യൂസ് ചെയ്യില്ല. അത് തമ്മിലുള്ള സ്പീഡിൽ ഡിഫറൻസ് ഉണ്ടായത് കൊണ്ടാണ് അവിടെ വർക്കിംഗ് നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ഫ്രീക്വൻസി ഓഫ് ദി വോൾട്ടേജ് ഓർ കറന്റ് ഇൻഡ്യൂസ്ഡ് ഡ്യൂ ടു ദി റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ ദ റോട്ടർ കണ്ടക്ടർ ആൻഡ് സ്റ്റാറ്റർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ജനറൽ ഫോർമുല ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു n റിലേറ്റീവ് p ബൈ 120. അപ്പോൾ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ കറൻറ്റിൻ്റെ
ഫ്രീക്വൻസി കാണാനുള്ള ജനറൽ ഇക്വേഷൻ ആണ് ഇത്. ഈ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഇത് എല്ലാ മെഷീൻസിലും ആവശ്യപ്പെടും. സിംഗിൾസ് മെഷീനിലൊക്കെ നെക്സ്റ്റ് മൊഡ്യൂളൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഈ ഇക്വേഷൻ ആവശ്യം വരും. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു NP/120. ഇവിടെ റിലേറ്റീവ് ആണ് ഇവിടെ എടുക്കുന്നത്. റിലേറ്റീവ് N ഈസ് ഈക്വൽ ടു റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവർ തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് -n by P divided by 120. Relative speed between magnetic field and winding. Magnetic field ഉം winding ഉം തമ്മിലുള്ള relative speed ആണ് n relative കൊണ്ട് ഉദ്ദേശിക്കുന്നത്. P എന്ന് പറഞ്ഞാൽ എന്താ? Number of poles. For a rotor speed n, the relative speed between the rotating flux and rotor is ns minus n. Consequently, the rotor current frequency f dash is given by ഇപ്പോൾ നമ്മളൊരു റൊട്ടേറ്റിംഗ് ഫ്ലക്സിൻ്റെ റോട്ടർ സ്പീഡ് n ആണെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റിംഗ് ഫ്ലക്സിൻ്റെയും റോട്ടറിൻ്റെ റിലേറ്റീവ് സ്പീഡ് എത്രയായിരിക്കും? ns മൈനസ് n അല്ലേ? അപ്പോൾ ആ സമയത്ത് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ns മൈനസ് n ഇൻറ്റു പി ഡിവൈഡ് ബൈ 120. ഓക്കെ, അപ്പോൾ റോട്ടറിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ns മൈനസ് n പി ബൈ 120. നമുക്കറിയാം സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ns മൈനസ് n ബൈ ns ആണല്ലോ. അപ്പോൾ ns മൈനസ് എന്നിനെ ns എഴുതി കൂടെ. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്തു. ns മൈനസ് എന്നിനെ ns റീപ്ലേസ് ചെയ്തു. അപ്പോൾ ns പി ബൈ 120. ns പി ബൈ 120 എന്താണ്? ഫ്രീക്വൻസിയാണ് എഫ്. അപ്പോൾ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എഫ്. അപ്പോൾ റോട്ടർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രാക്ഷണൽ സ്ലിപ്പ് ഇൻറ്റു സപ്ലൈ ഫ്രീക്വൻസി. സപ്ലൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാറ്റിൽ ഉള്ള സിങ്ക്രണസ് സ്പീഡാണ് കറങ്ങാം. അപ്പോൾ NSP/120 ആണ് സപ്ലൈ ഫ്രീക്വൻസി അവിടെ കാണുന്നത്. റോട്ടറിൻ്റെ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ആണ് S ഇൻറ്റു എഫ്. സപ്ലൈ ഫ്രീക്വൻസി ഇൻറ്റു ഫ്രാക്ഷണൽ സ്ലിപ്പ്. ഈ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എസ് എഫ്. അല്ലെങ്കിൽ FR, ചില ബുക്കിൽ നിങ്ങൾ FR എന്നൊക്കെ കാണാം. റോട്ടർ ഫ്രീക്വൻസി ആകുമ്പോൾ ചിലപ്പോൾ FR എന്ന് കാണിക്കും. FR ഈസ് ഈക്വൽ ടു SF. എന്തായാലും ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അത് ഓരോ ബുക്കിലും ഓരോ ഓതേഴ്സും ആ ഡെഫിനിഷൻ ആയിരിക്കും ഉപയോഗിക്കുക. അത് നിങ്ങൾ കാര്യമാക്കേണ്ട. കൺസെപ്റ്റ് എന്താ വെച്ചാൽ റോട്ടർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഫ്രാക്ഷണൽ സ്ലിപ്പ് ഇൻറ്റു സപ്ലൈ ഫ്രീക്വൻസി. നെക്സ്റ്റ് ഇക്വേഷൻ ഫോർ സ്റ്റാറ്റർ ആൻഡ് റോട്ടർ EMF. ഇത് ജസ്റ്റ് ഒരു EMF ഇക്വേഷൻ പഠിക്കുക. അതൊന്നും സിലബസിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. Let the rotor induced EMF at channel is E2. Stator induced EMF is equal to E1. അപ്പോൾ നമ്മളിത് ട്രാൻസ്ഫോമറുമായിട്ട് സാമ്യമുള്ളത് അതുകൊണ്ട് തന്നെ ഇക്വേഷൻ പഠിക്കാൻ വളരെ സിമ്പിളാണ്. EMF induced in the stator E1 is equal to 4.44 into KW1 F5M T1. അതുപോലെ തന്നെ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ റോട്ടർ അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ, റൊട്ടേറ്റ് ഒന്നും ചെയ്യുന്നില്ല, അത് റെസ്റ്റിലാണ്. ആ സമയത്തുള്ള EMF എന്തായിരിക്കും? E2 is equal to 4.44 KW2 F5M T2. Next, EMF induced in the rotor while running at slip S. അപ്പോൾ EMF റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന EMF ഇപ്പോൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാണ്, അപ്പോൾ സ്ലിപ്പ് ഉണ്ടാവും എസ്. ആ സമയത്തുള്ള EMF എന്തായിരിക്കും? E2 is equal to 4.44 into KW2 into F dash 5M into T2. F dash എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, F dash ഇക്വേഷൻ SF. അപ്പോൾ അത് SF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 4.44 into KW2 SF 5M T2 which is equal to SE2. അപ്പോൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന EMF SE2 ആയിരിക്കും. ഓക്കെ, ഈ ഇക്വേഷൻ പഠിക്കാൻ സിമ്പിളാണ്. ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നില്ല, കാരണം സിലബസിൽ പറഞ്ഞിട്ടില്ല. ട്രാൻസ്ഫോമറിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറും ട്രാൻസ്ഫോമറൊക്കെ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ആ ഇക്വേഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ പണിയൊന്നുമില്ലല്ലോ. Where 5M is the maximum flux, KW1, KW2 are the winding factor of stator and rotor respectively. T1, T2 are the number of stator turns and or phase and the rotor turns per phase respectively. T1 എന്ന് പറഞ്ഞാൽ number of stator turns per phase ഉം T2 എന്ന് പറഞ്ഞാൽ number of rotor turns per phase ആണ്. Okay. Next, rotor current. This is the circuit diagram of 3-phase induction motor. അല്ലേ?
സ്റ്റാറ്റർ വൈൻഡിങ് 3 ഫേസ് വൈൻഡിങ് ആണ് സ്റ്റാറ്ററിലേക്കാണ് 3 ഫേസ് സപ്ലൈ വരുന്നത്. ഇത് റോട്ടർ വൈൻഡിങ് ഷോർട്ട് സർക്യൂട്ടഡ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോട്ടർ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും വർക്കിംഗ്. അപ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ടഡ് റോട്ടർ വൈൻഡിങ് ആണുള്ളത്. അപ്പോൾ ഇതാണ് ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇത് റോട്ടർ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഒരു വൗണ്ട് ടൈപ്പ് റോട്ടറായിട്ട് ഇവിടെ അസ്യൂം ചെയ്തിട്ടുള്ളത്. അതാണ് ഇങ്ങനെ സ്റ്റാർ കണക്റ്റഡാണ്. ഒരു വൗണ്ട് ടൈപ്പ് റോട്ടർ ഷോർട്ട് സർക്യൂട്ടഡ് ആണ്, വൗണ്ട് ടൈപ്പ് ആണ്. അതുപോലെ തന്നെ സ്റ്റാർ ആണ് കണക്ഷൻ. സ്റ്റാർ കണക്റ്റഡ് റോട്ടർ നമ്മൾ അസ്യൂം ചെയ്യാം. നെക്സ്റ്റ് ദ റോട്ടർ EMF പെർ ഫേസ് ആൻഡ് റോട്ടർ റിയാക്റ്റൻസ് പെർ ഫേസ്. എത്രയാ റോട്ടർ EMF പെർ ഫേസ് നമ്മൾ എന്തെടുത്തു, SE2 എന്ന് എടുത്തു. നേരത്തെ ഇക്വേഷൻ കണ്ടില്ലേ. അപ്പോൾ ഇതിന് റോട്ടർ റിയാക്റ്റൻസ് SS2 എന്ന് എടുത്തു. അപ്പോൾ ഇതിന് റോട്ടർ റെസിസ്റ്റൻസ് പെർ ഫേസ് R2. കാരണം എന്താ ഇതിൽ എന്തുകൊണ്ട് എസ് വരുന്നില്ല? റെസിസ്റ്റൻസ് എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. റിയാക്റ്റൻസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഒക്കെ. അപ്പോൾ റിയാക്റ്റൻസ് നമ്മൾ SS2 എന്ന് എടുത്തു. അതുപോലെ തന്നെ അവിടുത്തെ EMF SE റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന EMF SE2 കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ചു തന്നു. SE2 കിട്ടിയെന്നുള്ളത്. അപ്പോൾ SE2 എന്ന് കിട്ടി, SS2 എന്ന് എടുത്തു. ഓക്കെ. സ്റ്റാറ്റർ വൈൻഡിങ്സിലോ അതിൽ റെസിസ്റ്റൻസ് R1 ആണ്, അതിലെ റിയാക്റ്റൻസ് S1 ആണ്. കാരണം അത് സ്ലിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. സ്റ്റാറ്റർ എപ്പോഴും അതിൽ മാഗ്നറ്റിക് ഫീൽഡൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത് സിൻക്രണസ് സ്പീഡിലാണ്. സ്റ്റാറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് സ്ലിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ റോട്ടർ മാത്രമേ സ്ലിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ റോട്ടറിൽ ഉണ്ടാകുന്ന EMF SE2 എന്നെടുത്തു. അതിനെ റിയാക്റ്റൻസ് SX2 എന്നെടുത്തു. നെക്സ്റ്റ്, സിൻസ് ദ മോട്ടർ റെപ്രസെൻറ്റ്സ് എ ബാലൻസ്ഡ് 3 phase ലോഡ്, we need to consider one phase only, the conditions in the other 2 phases being similar. ഇപ്പോൾ നമ്മൾ 3 phase അതിൻ്റെ അനാലിസിസ് നടത്തുമ്പോൾ അത് ബാലൻസ്ഡ് ആക്കിയിട്ടാണ് അനാലിസിസ് നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെ കൂടുതൽ പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ മെക്കാനിക്കൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട്. ഇപ്പോൾ 3 phase ലോഡിൽ ഇപ്പോൾ 3 ലോഡും സെയിം ആണെന്നുണ്ടെങ്കിൽ, 3 ഫേസും സെയിം ആണ്. 3 phase ലോഡ് 3 ഫേസും സെയിം ആണ്, സെയിം ലോഡാണെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് ആണെന്ന് പറയും. അപ്പോൾ ബാലൻസ്ഡ് കണ്ടീഷനിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫേസിനെ എടുത്തിട്ട് അതിന് അനാലിസിസ് നടത്താൽ മതി. ബാക്കിയൊക്കെ എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫേസ് എടുത്ത് അതിനെക്കുറിച്ച് അനാലിസിസ് നടത്താം. അത് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ, അഥവാ റോട്ടർ റൊട്ടേറ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഒരു സർക്യൂട്ട്. ഓക്കെ. R2 X2 ഉണ്ടാവുള്ളൂ, സ്ലിപ്പിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരൊറ്റ ഫേസ് മാത്രം നമ്മൾ എടുത്തു. കാരണം സ്റ്റാൻഡ് സ്റ്റിൽ ആയതുകൊണ്ട് സ്ലിപ്പ് എന്താണ്, 1 ആണ്. അപ്പോൾ ഇവിടെ I2 എന്താ, I2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ EMF V/R ആണല്ലോ. I എന്ന് പറഞ്ഞാൽ ഓംസ് ലോ പ്രകാരം, അഥവാ E/V വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇമ്പിഡൻസ്. ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് E2 ഡിവൈഡ് ബൈ ഇമ്പിഡൻസ് Z2. E2 ഡിവൈഡ് ബൈ Z2 ഇറ്റ് ഈസ് ഈക്വൽ ടു E2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് X2 സ്ക്വയർ. ഇനി പവർ ഫാക്ടർ കാണാം. റോട്ടർ പവർ ഫാക്ടർ എങ്ങനെ കാണാം, R2 ഡിവൈഡ് ബൈ R/Z ആണല്ലോ പവർ ഫാക്ടർ. ഇംപെഡൻസ് ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയാം. ഇംപെഡൻസ് ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, പവർ ഫാക്ടർ കാണാനൊക്കെ. അപ്പോൾ R ഡിവൈഡ് ബൈ Z ആണ് ഫ്രം ഇംപെഡൻസ് ട്രയാങ്കിൾ പവർ ഫാക്ടർ കിട്ടാം. അപ്പോൾ R2 ഡിവൈഡ് ബൈ Z2 ഡിവൈഡ് ബൈ ഈക്വൽ ടു R2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് X2 സ്ക്വയർ. ഇനി നെക്സ്റ്റ് കേസ് എടുക്കാം. റണ്ണിങ് കണ്ടീഷനിൽ റോട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാവും, സ്ലിപ്പ് ഉണ്ടാവും. സ്ലിപ്പ് എന്നുള്ള ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ EMF ഇൻഡ്യൂസ്ഡ് പെർ ഫേസ് ഇൻ ദ റോട്ടർ വൈൻഡിങ് എന്തായിരിക്കും, SE2 ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ റോട്ടർ വൈൻഡിങ് റെസിസ്റ്റൻസ് R2, അതുപോലെ തന്നെ അതിൻ്റെ റിയാക്റ്റൻസ് SX2 ആയിരിക്കും അല്ലേ. അപ്പോൾ റോട്ടർ വൈൻഡിങ് റിയാക്റ്റൻസ് പെർ ഫേസ് ഇസ് ഈക്വൽ ടു 2πf-L2. ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2πsf-L2 വിച്ച് ഇസ് ഈക്വൽ ടു S ഇൻറ്റു 2πf-L2 വിച്ച് ഇസ് ഈക്വൽ ടു SX2. അപ്പോൾ എങ്ങനെ SX2 എന്ന് കിട്ടിയെന്ന് കാണിച്ചു തന്നതാണ്. കാരണം റിയാക്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി വാരി ചെയ്യും.
എഫ് ഡാഷ് ആവും. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എസ് എഫ് ആണ്. അങ്ങനെയാണ് എസ് എസ് ടു എന്ന് കിട്ടിയത്. അതാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ. ഇംപിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് സെറ്റ് അങ്ങനെ സെറ്റ് എന്താ കിട്ടുക? ടോട്ടൽ ഇംപിഡൻസ് റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് XS2 ഹോൾ സ്ക്വയർ. അങ്ങനെ റോട്ടർ കറന്റ് എങ്ങനെ കാണാം? EMF ഡിവൈഡ് ബൈ ഇംപിഡൻസ്. അപ്പോൾ I2 ഡാഷ് ഇസ് ഈക്വൽ ടു SE2 ഡിവൈഡ് ബൈ Z2 ഡാഷ്. SE2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് SX2 സ്ക്വയർ. ഓക്കെ, ഇനി പവർ ഫാക്ടർ. ഇംപിഡൻസ് ട്രയാങ്കിൾ പവർ ഫാക്ടർ കണ്ടുകൂടെ? It is equal to R2 divided by Z2 dash. It is equal to R2 divided by root of R2 square plus XS2 whole square. Okay, simple അല്ലേ? നെക്സ്റ്റ് ടോർക്കിലേക്ക് പോവാം. ഇപ്പോൾ കറന്റ് പഠിച്ചു. നെക്സ്റ്റ് റോട്ടർ ടോർക്ക്. റോട്ടർ ടോർക്ക് എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ഓക്കെ, the torque developed by the rotor is directly proportional to ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ അല്ല, റോട്ടർ കറന്റ്, സ്റ്റാറ്റർ ഫ്ലക്സ് പെർ പോൾ, പവർ ഫാക്ടർ ഓഫ് ദി റോട്ടർ സർക്യൂട്ട്. അപ്പോൾ ഒരു റോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റോട്ടർ കറന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റർ ഫ്ലക്സ് പെർ പോൾ, സ്റ്റാറ്റർ ഫ്ലക്സ് പെർ പോളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റാറ്റർ ഫ്ലക്സ് വഴിയാണല്ലോ ടോർക്ക്, അതിന് റീസൺ കാരണമാണ് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതിനൊക്കെ എന്ത് കാരണമാണ് ടോർക്ക് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? പവർ ഫാക്ടർ ഓഫ് ദി റോട്ടർ സർക്യൂട്ട്. ഈ മൂന്ന് കാര്യത്തിനെയാണ് റോട്ടർ ടോർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തിനൊക്കെയാ? റോട്ടർ കറന്റ്, സ്റ്റാറ്റർ ഫ്ലക്സ് പെർ പോൾ, പവർ ഫാക്ടർ ഓഫ് ദി റോട്ടർ സർക്യൂട്ട്. അപ്പോൾ that is torque is proportional to phi I2 cos phi 2. Okay, since rotor EMF per phase at standstill is proportional to phi, standstill condition EMF proportional to phi ആണ്, സ്ലിപ്പ് ഒന്നുമില്ല. അപ്പോൾ therefore torque എന്ന് proportional ആയിരിക്കും. നമുക്ക് ഫൈനെ E2 വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലേ? കാരണം E2 ഉം ഫൈയും സെയിം ആണ്. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു E2 I2 cos phi 2 or proportional to E2 I2 cos phi 2. It is equal to torque is equal to K into E2 I2 cos phi 2. Proportionality constant K. Where I2 എന്ന് പറഞ്ഞാൽ റോട്ടർ കറന്റ് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ, E2 എന്ന് പറഞ്ഞാൽ റോട്ടർ EMF അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ, cos phi 2 എന്ന റോട്ടർ പവർ ഫാക്ടർ അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ. അപ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ ടോർക്ക് എത്രയാ? P is equal to K E2 I2 cos phi 2. ഇനി ടോർക്ക് അണ്ടർ റണ്ണിങ് കണ്ടീഷൻ. ഇനി മോട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുക, റോട്ടർ അപ്പോൾ റൊട്ടേറ്റിംഗ് ആണ്. ആ സമയത്ത് ഉണ്ടാകുന്ന ടോർക്ക് റൊട്ടേറ്റിംഗ് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താ? സ്ലിപ്പ് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ലെറ്റ് ദ റോട്ടർ അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ ഹാവ് പെർഫെക്റ്റ് ഇൻഡ്യൂസ്ഡ് EMF E2 reacting X2 and resistance R2. Then under running conditions at slip yes, running condition rotor EMF per phase എന്തായി മാറും? E2 dash is equal to SE2. അതുപോലെ തന്നെ റോട്ടർ റിയാക്ടൻസ് പെർ phase എന്താവും? X2 dash is equal to SX2. അതുപോലെ റോട്ടർ ഇംപിഡൻസോ Z2 dash is equal to root of R2 square plus SX2 whole square. അപ്പോൾ റോട്ടർ കറന്റ് പെർ phase എന്തായി മാറും? I2 dash is equal to E2 dash by Z2. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. SE2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് SS2 സ്ക്വയർ. റോട്ടർ പവർ ഫാക്ടർ എന്തായി മാറും? cos phi dash m is equal to R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ പ്ലസ് SS2 സ്ക്വയർ. അത് ഓൾറെഡി കിട്ടിയ കാര്യങ്ങളാണ്. ഓക്കെ, കാണാം. ഇത് വെച്ച് ഇതായിരിക്കും ആ സമയത്ത് റണ്ണിങ് കണ്ടീഷനിലുള്ള ഫേസിലെ ഡയഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ ഇംപിഡൻസ് ട്രയാങ്കിളും ഇത് വെച്ചിട്ടാണ് നമുക്ക് ആ ഇക്വേഷൻസ് ഒക്കെ കിട്ടിയത്. ഇനി റണ്ണിങ് ടോർക്ക് TR എന്തിനൊക്കെ പ്രൊപ്പോർഷനിലാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ EMFനെയും കറന്റിനെയും പവർ ഫാക്ടറിനെയും. E2 ഡാഷ് I2 ഡാഷ് cos phi 2 ഡാഷ്. E2 ഡാഷ് എന്നതിന് പ്രൊപ്പോർഷനിലായിരിക്കും. EMF എന്നതിന് പ്രൊപ്പോർഷനിലാണ്, ഫ്ലക്സിന് പ്രൊപ്പോർഷനിലാണല്ലോ. അപ്പോൾ TR is proportional to phi I2 dash cos phi 2 dash. It is equal to phi into I2 dash നമുക്ക് കിട്ടി. എന്തായിരുന്നു? SE2 root of R2 square plus SS2 square into cos phi 2 dash എന്തായിരുന്നു? R2 divided by root of R2 square plus SS2 square. ഓക്കെ, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്.
അപ്പോൾ സ്ക്വയർ റൂട്ട് പോകുമല്ലോ. അപ്പോൾ which is torque is proportional to phi SE2 R2 divided by R2 square plus SS2 square. പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു കെ. അപ്പോൾ ടോർക്ക് ടി ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഫൈ SE2 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് SS2 സ്ക്വയർ. ഇനി എന്ത് ചെയ്യാം? ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? E2 ഡാഷ് ആണല്ലേ. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈ ഈസിക്വൽ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പോൾ K1 അത് പ്രപ്പോർഷണലാണ്. അപ്പോൾ ആ പ്രപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രപ്പോർഷണൽ കോൺസ്റ്റന്റ് ഉണ്ടാവും, ഒരു എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് K എന്ന് ഉപയോഗിക്കാം. അപ്പോൾ അത് രണ്ടുമായി കൂടിയിട്ട് ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറും, K1 എന്നായി. K1 ഇൻറ്റു SE2 സ്ക്വയർ R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ പ്ലസ് SS2 സ്ക്വയർ. ഓക്കെ, ഇതാണ് റണ്ണിങ് ടോർക്ക്. റണ്ണിങ് ടോർക്ക് ആണ് ഇക്വേഷൻ എന്താണ്? ടി ആർ ഇസ് ഈക്വൽ ടു K1 SE2 സ്ക്വയർ R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ പ്ലസ് SS2 സ്ക്വയർ. ഇനി അതിൻ്റെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് K1ൻ്റെ വാല്യൂ എന്താണ്? 3/2 പൈ NS എന്നാണ്. അതെങ്ങനെ കിട്ടിയെന്നൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത് മാത്രം മതി. അപ്പോൾ K1 is equal to 3/2 പൈ NS എന്നാണ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കിട്ടുക. K1 NS എന്ന് പറഞ്ഞാൽ സിൻക്രണസ് സ്പീഡ്. അപ്പോൾ അത് ആ ടോർക്കിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? TR is equal to 3/2 പൈ NS ഇൻറ്റു SE2 സ്ക്വയർ R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ പ്ലസ് SS2 സ്ക്വയർ is equal to 3 ഡിവൈഡഡ് ബൈ 2 പൈ NS ഇൻറ്റു SE2 സ്ക്വയർ R2 ഡിവൈഡ് ബൈ Z2 ഡാഷ് ഓൾ സ്ക്വയർ. എന്താണ് ഇവിടെ നമ്മൾ Z2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇംപിഡൻസ് Z2 ഡാഷ് ഓൾ സ്ക്വയർ. ഇനി സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്തായിരിക്കും? S ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്താവും? TS ഈക്വൽ ടു 3/2 പൈ NS E2 സ്ക്വയർ R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ പ്ലസ് S2 സ്ക്വയർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റാർട്ടിംഗ് ടോർക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് ടോർക്ക് സ്റ്റാർട്ടിംഗ് സമയത്ത് സ്ലിപ്പ് എന്താണ്? സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറി അല്ല, സ്ലിപ്പ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ത് ചെയ്താൽ പറ്റും? KE2 സ്ക്വയർ R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ പ്ലസ് X2 സ്ക്വയർ എഴുതി കൂടെ, കാരണം സ്ലിപ്പ് എന്താണ് അവിടെ? 1 ആണ്. അപ്പോൾ KE2 സ്ക്വയർ R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ X2 സ്ക്വയർ എഴുതാം. ഈ സ്റ്റാറ്റർ സപ്ലൈ വോൾട്ടേജ് ഈ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ സ്റ്റാർട്ടിംഗ് സമയത്ത് സ്റ്റാറ്റർ സപ്ലൈ വോൾട്ടേജ് V is constant, so that flux per pole is set up by the stator is also fixed. This in turn means the EMF E2 induced in the rotor will be constant. അപ്പോൾ ഇനീഷ്യലി സ്റ്റാറ്ററിൽ സപ്ലൈ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ ഫ്ലക്സ് പെർ പോൾ എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അതിനർത്ഥം എന്താണ്? അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF E2 എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ E2 നമ്മൾ കോൺസ്റ്റന്റ് ആയി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ E2ഉം K-യും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു പുതിയൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് K1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം രണ്ടും കോൺസ്റ്റന്റ് ആണല്ലോ. കോൺസ്റ്റന്റ് ഒക്കെ നമ്മൾ ഒറ്റ ടേമാക്കി എഴുതി. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്തായിരിക്കും? K1 ഇൻറ്റു R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ പ്ലസ് X2 സ്ക്വയർ ഇസ് ഈക്വൽ ടു K1 R2 ഡിവൈഡ് ബൈ Z2 സ്ക്വയർ. ഓക്കെ, T is equal to K1 R2 divided by Z2 square, where K1 is the constant. Next, maximum torque under running conditions. Running conditions in maximum torque കാണാൻ എങ്ങനെയാ നോക്കാം.
ഇത് മാക്സിമം ടോർക്ക് ആണ്. നിങ്ങൾക്ക് രണ്ട് മെത്തേഡ് ഒന്നെങ്കിൽ ഡിഫറൻഷ്യൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് അങ്ങനെയും കാണാം, അല്ലെങ്കിൽ ഇങ്ങനെയും കാണാം. ഇത് കുറച്ചും കൂടി സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞതാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെങ്കിൽ നമുക്ക് ചെയ്ത് ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇല്ല, നമുക്ക് ആക്ടിവിന് ചോദിക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ടോർക്ക് അണ്ടർ റണ്ണിങ് കണ്ടീഷൻസ് ഗിവൺ ബൈ KR2 SE2 square divided by R2 square plus S square S2 square. നമുക്ക് കിട്ടി റണ്ണിങ് കണ്ടീഷൻസിലെ ടോർക്ക്. ഇനി ഇത് മാക്സിമം ടോർക്ക് എങ്ങനെ കിട്ടാം? അപ്പോൾ ഇതിൽ ടോർക്ക് മാക്സിമം ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ E2 എന്തായാലും കോൺസ്റ്റന്റ് ആണ്, ഫിക്സ്ഡ് സപ്ലൈ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ടോർക്ക് മാക്സിമം ആക്കുകയാണെങ്കിൽ റിമൈനിങ് ഇത് കെയും കോൺസ്റ്റന്റ് ആണ്, E2 കോൺസ്റ്റന്റ് ആണ്, E2 നമുക്ക് വേരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിമൈനിങ് ക്വാണ്ടിറ്റി മാക്സിമം ആവണം. അപ്പോൾ SR2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ പ്ലസ് S സ്ക്വയർ X2 സ്ക്വയർ എന്നുള്ള ക്വാണ്ടിറ്റി മാക്സിമം ആയാലാണ് ടോർക്ക് മാക്സിമം ആവുള്ളൂ, അല്ലേ? അപ്പോൾ എസിനെ ഡിവൈഡ് ചെയ്തു, ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്താൽ അപ്പോൾ R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ ബൈ S പ്ലസ് X2 ഹോൾ സ്ക്വയർ. ഈ ഒരു ക്വാണ്ടിറ്റി എന്തായിരിക്കണം? മാക്സിമം ആയാലാണ് ടോർക്ക് മാക്സിമം ആവുള്ളൂ. which is equal to R2 divided by R2 divided by root x S minus X2 root x plus 2R2 X2. ഓക്കെ, അതെന്താണ്? ഇതിനെ മാറ്റി എഴുതിയാണ്, ഈ ഡിനോമിനേറ്ററിനെ മാറ്റി എഴുതിയാണ്, മാത്തമാറ്റിക്കലായിട്ട് മാറ്റി എഴുതുക. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ടേമിലേക്ക് ഇതിനെ മാറ്റി. ഓക്കെ, അപ്പോൾ അതിന് പ്ലസ് 2R2 X2 ആണ്, ഈ ക്വാണ്ടിറ്റി എക്സ്ട്രാ വരുന്നതാണ്, അതാണ് ആഡ് ചെയ്തത്. സിംപ്ലി മാത്തമാറ്റിക്കലാണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2AB. ആ മൈനസ് 2AB ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ പ്ലസ് 2AB എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, R2 ഡിവൈഡ് ബൈ റൂട്ട് എസ് minus X2 root s equal to 0 or S equal to R2 by X2. അപ്പോൾ ഇതൊരു മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ മിനിമം ആവണം, അല്ലേ? ഡിനോമിനേറ്റർ കുറയണമെങ്കിൽ ഇതെന്ത് ചെയ്യുക? ഈക്വൽ ടു 0 ആയാൽ അപ്പോൾ ഇത് മാക്സിമം ആവല്ലോ, ഇത് 0 ആയാൽ. ഇസ് ഈക്വൽ ടു S ഈക്വൽ ടു അപ്പോൾ എന്തായിരിക്കും? R2 by X2 എന്നായിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്തു? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. X2 S ഈക്വൽ ടു R2 by X2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ എന്തായി മാറും? K ഇൻറ്റു R2 സ്ക്വയർ E2 സ്ക്വയർ ബൈ X2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ. SS2 എന്നുള്ളത് എന്തായിരിക്കും? R2 എന്നാണല്ലോ, അപ്പോൾ SS2 സ്ക്വയർ എന്നുള്ളത് R2 സ്ക്വയർ ഇസ് ഈക്വൽ ടു K ഇൻറ്റു E2 സ്ക്വയർ ഡിവൈഡ് ബൈ 2X2. ഓക്കെ, അപ്പോൾ ഇതാണ് മാക്സിമം ടോർക്ക്. ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയില്ലേ? R2 സ്ക്വയർ ഡിനോമിനേറ്റർ കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇവിടെ 1 + 1 2 ആവും, ഈ X2 ഡിനോമിനേറ്ററിൽ ഉണ്ടാവും 2X2 എന്നാവും. ഇതാണ് മാക്സിമം ടോർക്ക്. അപ്പോൾ മാക്സിമം ടോർക്ക് ആയിട്ട് റണ്ണിങ് കണ്ടീഷൻ എത്രയാ? K E2 സ്ക്വയർ ഡിവൈഡ് ബൈ 2X2. ഇങ്ങനെ സിമ്പിളാക്കിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് അങ്ങനെ ഈക്വൽ ടു 0 ഇക്വൽ ചെയ്തിട്ട് കാണാം, അല്ലെങ്കിൽ സിമ്പിളാക്കിയിട്ട് ഇങ്ങനെയും മാക്സിമം ടോർക്ക് കാണാം. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫ്ലുവൻസുകളാണ് 4 പോയിന്റാണ് ഇത് പഠിക്കുക. ഒന്ന്, ദ വാല്യൂ ഓഫ് റോട്ടർ റെസിസ്റ്റൻസ് ഡസ് നോട്ട് ഓൾട്ടർ ദി വാല്യൂ ഓഫ് മാക്സിമം ടോർക്ക് ബട്ട് ഓൺലി ദി വാല്യൂ ഓഫ് സ്ലിപ്പ് അറ്റ് വിച്ച് ഇറ്റ് ഒക്കേഴ്സ്. അപ്പോൾ നമുക്ക് മാക്സിമം ടോർക്കിൻ്റെ ഇക്വേഷൻ കിട്ടിയല്ലോ.
അപ്പോൾ മാക്സിമം ടോർക്കിന് ഇക്വേഷൻ കിട്ടിയത്, അതായത് ടോർക്ക് എന്തിനെ പ്രപ്പോർഷണൽ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, റോട്ടർ റെസിസ്റ്റൻസിന് മാക്സിമം ടോർക്കിന് വാല്യൂ മാറ്റാൻ പറ്റില്ല, പക്ഷെ സ്ലിപ്പിന് മാത്രമേ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, the maximum torque varies inversely as the standstill reactance, therefore it should be kept as small as possible. പിന്നെ ഇതിൽ നമുക്ക് കിട്ടിയ എന്താണ്, മാക്സിമം ടോർക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്ടൻസ് ആണ്, ഡിവൈഡ് ബൈ 2x എന്ന് വന്നല്ലോ. അപ്പോൾ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റാൻഡ്സ്റ്റിൽ റിയാക്ടൻസ്. അതുകൊണ്ട് എന്തായാലും റിയാക്ടൻസ് നമുക്ക് പറ്റുന്നത്രയും മിനിമം ആക്കിയിട്ട് വെക്കണം ടോർക്ക് മാക്സിമം കിട്ടാൻ വേണ്ടി. The maximum torque varies directly with the square of the applied voltage. ഇക്വേഷൻ കിട്ടുന്നത് E2 സ്ക്വയർ എന്നാണ് ന്യൂമറേറ്റർ വന്നത്. അപ്പോൾ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്. നെക്സ്റ്റ് കിട്ടിയത് ടു ഒബ്റ്റെയിൻ മാക്സിമം ടോർക്ക് അറ്റ് സ്റ്റാർട്ടിംഗ് S equal to 1, the rotor resistance must be made equal to rotor reactance at standstill. ഇനി സ്റ്റാൻഡ് സ്റ്റില്ലിൽ മാക്സിമം ടോർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ റോട്ടർ റെസിസ്റ്റൻസ് ഈക്വൽ ടു റോട്ടർ റിയാക്ടൻസ് ആയിരിക്കണം. എന്നാലേ അവിടെ എന്തായിട്ടുള്ളൂ, സ്ലിപ്പ് 1 മാക്സിമം ടോർക്ക് കിട്ടുള്ളൂ. കണ്ടീഷൻ ഫോർ മാക്സിമം ടോർക്ക് എങ്ങനെ കിട്ടിയെന്ന് പറയാം. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് വിൽ ബി മാക്സിമം വെൻ എപ്പോൾ R2/x2 which is equal to S equal to 1. S equal to R2/x2 കിട്ടില്ലോ, അത് 1 ആവണം എന്നാലല്ലോ മാക്സിമം ടോർക്ക് കിട്ടാം. അപ്പോൾ ഇത് 1 ആണെന്നുണ്ടെങ്കിൽ R2 equal to എന്തായിരിക്കണം, x2 ആയിരിക്കണം. Hence starting torque will be maximum when rotor resistance per phase is equal to standstill rotor reactance per phase. ഇതാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് മാക്സിമം ആവാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നോക്കാം. ഓരോ ഫുൾ ഡെറിവേഷൻസ് ആണ്. സ്ലിപ്പ്, ടോർക്കിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ടോർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ലിപ്പ്, EMF ഇക്വേഷന്, അതുപോലെ തന്നെ അതിൽ കറൻറ്റ്, വോൾട്ടേജ് എല്ലാം എന്ത് ചെയ്യുക, ജസ്റ്റ് പഠിക്കുക. റോട്ടർ കറൻറ്റ് കിട്ടിയത്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഫ്രീക്വൻസി അതിൻ്റെ NS = 120f/p. അപ്പോൾ എല്ലാ ഇന്നത്തെ ഡെറിവേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇത് വെച്ച് പ്രോബ്ലം മേ ബി ചോദിക്കാം. അതുപോലെ തന്നെ ടോർക്ക് നമുക്ക് അടുത്ത ടോർക്ക് സ്ലിപ്പ് ക്യാരിയാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അതിലൊക്കെ ടോർക്കിൻ്റെ ഇക്വേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഓക്കെ, ബൈ.